ഇപ്പോൾ നിൽക്കുന്നത് ഇങ്ങോട്ട് വരി. നമ്മുടെ നാട്ടിലെ ഒരു കർഷകരുടെ അഭിമാനമായി മാറാൻ വേണ്ടിയാണ് ചെമ്പ്രശ്ശേരി വില്ലേജിലെ കാരാട്ടാൽ പ്രദേശത്ത് മേച്ചേരി ഹമീദി എന്നവർ അവരുടെ ചെറിയൊരു സംരംഭമാണ് തുടക്കം കുറിച്ചിട്ടുള്ളൂ. കന്നുകാലി ഫാമിനോടാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ടാണ് ഇപ്പം കണ്ടില്ലേ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. 2 പോത്തുകളാണ്. ഇത് ഏത് പോത്താണ്? ഒന്ന് മുറയാണ്, ഒന്ന് മറ്റേ എന്താണ് സാധാ. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഒരു കർഷകൻ. ഭാവിയിൽ പശുക്കളുണ്ട് 2 ഒരുപാട് ഉയരങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ സർവശക്തൻ അനുഗ്രഹിച്ചാൽ ഇനിയും നമുക്ക് വലിയ ഒരു ഫാമായിട്ട് തന്നെ ഈ ഫാം ഇപ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫാമുകളൊക്കെ തുടങ്ങാറ്. പിന്നീട് അതിന് ശേഷമാണ് ഇത് ഒക്കെ ഒട്ടേറെ കന്നുകാലികളും അതിൻ്റെ ഫാമുകളൊക്കെ ഇതാക്കും. പിന്നെ കൃഷി കാണില്ല ആ ഭാഗത്ത്. ഇതിൻ്റെ ഒരു കൃഷിയായിട്ട് ഇവിടെ ഇത് ഇവർ ആർക്കുള്ളതാണിത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ കൃഷിത്തോട്ടമാണ്. പുല്ലും കൃഷിയാണ്. പുല്ലുണ്ടാക്കി ഈ പുല്ല് തന്നെ വെട്ടി കന്നുകാലികൾക്ക് ഈ ഫാമിലിട്ട് കൊടുക്കുന്ന ഒരു ചെറിയ ഒരു പരിപാടിയായിട്ടാണ് അദ്ദേഹം പോകുന്നത്. നമ്മളിത് തുടക്കമാണെങ്കിലും ഇത് വലിയ ഒരു എന്താ പറയുക, നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇത് പുള്ളി അതിൻ്റെ ഒരു ജൈവവളം ഇങ്ങനെ ഇറങ്ങി അതിന് സെപ്പറേറ്റ് ഒരു കുഴിയുണ്ടാക്കി ആ കുഴിയിലാണിത്, അതിലേക്കാണ് ഇത് ഡിസ്പോസ് ആവുന്നത്. കുഴിയിലേക്കാണ് ഇങ്ങനെ വന്ന് ചാടുന്ന രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആക്കിക്കൊണ്ട് ഒരു നാട്ടിലെ ഒരു നാട്ടിൻപുറത്ത് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ മാതൃകയാകുന്ന രീതിയിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഫാം സംരംഭം മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? എങ്ങനെയാണ്, എവിടുന്നാണിത്, എങ്ങനെയാണിത് ഉത്ഭവം? ഞാൻ ഈ വർഷം നോക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. വീണ്ടും കൂടുതലാക്കി എടുക്കാൻ നോക്കാം. അറിയാം എങ്ങനെയാണിത് പ്രചോദനമായത്? എന്താണ് ഇത് ഓരോരുത്തരിത് കണ്ടിങ്ങനെ നോക്കി. കന്നുകാലിയെ ഇതിന് മുന്നേ വളർത്തിയിരുന്നോ? അതെ. എത്ര കുട്ടിക്കാലത്ത്? അതെ. ഇപ്പോൾ 18 വയസ്സ് 20 വയസ്സിൻ്റെ മുകളിലേക്ക് കന്നുകാലികളുണ്ട്. അപ്പോൾ പിന്നെ പുതുതായിട്ട് തുടങ്ങുക. പുതുതായിട്ട് ഇപ്പോൾ എത്ര ഇപ്പോൾ ഇതിന് തുടക്കം കുറിച്ചിട്ട്? 8 മാസമായി. 8 മാസമായിട്ടുള്ളൂ ഈ ഫാമിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളും അതേപോലെ പേരമക്കളുമൊക്കെ സജീവമായി അദ്ദേഹത്തിന് ഫുൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരൊക്കെ സപ്പോർട്ടാണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഫാമിനകത്ത് സൗകര്യങ്ങളൊക്കെ ഒരുക്കി, അതുപോലെ ഇവർക്ക് വേണ്ട ഇവർക്ക് പശുവിന് വേണ്ട തീറ്റ പുല്ല് ഇവിടെ നിന്ന് തന്നെ കൊടുക്കും. അതേപോലെ അവർക്ക് ഈ നല്ല ചൂടുള്ള സമയത്ത് അവർക്ക് ഫാനൊക്കെ ഇട്ടുകൊണ്ടാണ്, കണ്ടില്ലേ ഫാനിപ്പോൾ കറങ്ങുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അദ്ദേഹം ഈ ഫാമുമായിട്ട് മുന്നോട്ട് പോകുന്നത്. 8 മാസമായിട്ടുള്ളെങ്കിലും ഭാവിയിൽ ഇനിയും ഒട്ടേറെ ചെറിയ പശുക്കളെ ഇറക്കി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പറയൂ. അടുത്ത ഇത് തുടക്കം കുറിച്ചിട്ടുള്ളൂ. വീണ്ടും ഇതൊരു സംരംഭം. ഈ ഫാമിലി എല്ലാവരും സപ്പോർട്ടാണോ ഇതിന്? ഫാമിലി വീട്ടുകാർ സപ്പോർട്ടല്ല. വീട്ടുകാർ സപ്പോർട്ടില്ല? ഇല്ലല്ലോ. അത് വീട്ടുകാരെ പിന്തുണ ഇല്ലാതെയാണ് നിങ്ങൾ സ്വയം. ഇനി വീണ്ടും ഒരു പണിക്കാരനൊക്കെ വെച്ച്. ഇപ്പോൾ നിലവിൽ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പോൾ നിലവിൽ പറഞ്ഞു വെച്ചിട്ടുള്ളൂ, നോക്കിയിട്ടില്ല. ആളൊക്കെ ഒരു 4. അപ്പോൾ വീണ്ടും ഒരു സർവൻ്റൊക്കെ വെച്ച് ഒരു പണിക്കാരനൊക്കെ സ്ഥിരമായിട്ട് ഇതിന് ഈ
ഇവരെ ഈ പശുക്കളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കന്നുകാലികൾ നോക്കാൻ വേണ്ടി മാത്രം ഒരാളെ അറേഞ്ച് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടില്ല, ചെയ്യാം. ഇപ്പോൾ സ്വന്തമാണ്. അപ്പോൾ ഏതായാലും നിങ്ങളെ നിങ്ങളുടെ ഈ ഫാം വലിയ ഒരു വിജയത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വലിയ ഒരു കർഷകനായി, ഒരു ക്ഷീരകർഷകനായി അല്ലെങ്കിൽ നാട്ടിലെ നല്ല ഒരു കർഷകനായി മാറാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.